ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും രാവിലെ തന്നെ ഗുഡ് മോർണിംഗ്. എല്ലാവരും ഉറക്കണീറ്റല്ലേ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണു. അങ്ങനെ ഞാനിതാ അടുക്കളപ്പണിയൊക്കെ തുടങ്ങാൻ പോകണം. എല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞാൽ എന്താ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അടുക്കളയെല്ലാം ഒരു പരുവായി കിടപ്പുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതെല്ലാം ഒതുക്കി ക്ലീനാക്കി വയ്ക്കാം. അങ്ങനെ അരിയൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, തോരൻ അരിയാം കേട്ടോ. ക്യാരറ്റ് തോരനാണ് വയ്ക്കാൻ പോകുന്നത്. ഇന്ന് ക്യാരറ്റ് തോരനാണ്. ഞാനിപ്പോൾ എന്നും വീഡിയോ ഇടണില്ല എന്നൊരു പരാതിയുണ്ട്. നോക്കാം എന്ന് വീഡിയോ വലുതായിട്ട് ഇപ്പോൾ അങ്ങനെ ഇടാറില്ല. പിന്നെ അത്യാവശ്യം ആഴ്ചയിൽ 1, 2, 3 ഒക്കെ ഇടാറുണ്ട്. നിങ്ങളെല്ലാവരും കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാ കൂട്ടുകാർക്കും വളരെയധികം താങ്ക്സ്. ഇപ്പം പുതിയ കൂട്ടുകാരൊക്കെ വരണുണ്ട് കൂട്ടായി. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഞാൻ നിങ്ങളുടെ വീഡിയോ കഴിവിൻ്റെ പരമാവധി കാണാറുണ്ട്. എന്തെങ്കിലും കാണാൻ വിട്ടുപോയാലും ഞാൻ പിന്നെ ഉള്ള ദിവസങ്ങളിൽ കാണാറുണ്ട്. ചില ദിവസങ്ങൾ എനിക്ക് തിരക്ക് കൂടുതലായിരിക്കും, ജോലി കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ദിവസങ്ങളാണ് കേട്ടോ ഞാൻ വീഡിയോ കാണാൻ താമസിക്കുന്നത്. എങ്കിലും ഞാൻ എൻ്റെ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോകളെല്ലാം ഞാൻ കൃത്യമായി കാണാറുണ്ട്. ഒരു ദിവസം വൈകിയാലും ഞാൻ പിന്നെയും കാണാറുണ്ട്. പിന്നെ ഇപ്പോൾ എൻ്റെ ജയാസൊന്നും എൻ്റെ വീഡിയോ കാണണില്ല, കമൻ്റൊന്നും ഞാൻ കാണണില്ല. അതുപോലെ ശ്രീദേവി കുമ്പിളി ഇവരാരും എൻ്റെ വീഡിയോ ഒന്നും കാണുന്നില്ല. എന്ത് പറ്റിയെന്നറിയില്ല. എൻ്റെ വീഡിയോ രത്നമ്മ ചേച്ചി കൃത്യമായി കാണാറുണ്ട്. പാവം ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ് കേട്ടോ. അതുപോലെ സുപ്രിയ കാണാറുണ്ട്, അച്ചമ്മ കാണാറുണ്ട്. അവർക്കൊക്കെ പ്രത്യേക താങ്ക്സ്. എല്ലാവരും കാണാറുണ്ട് കേട്ടോ. ഇവർ 1-2 പേര് മാത്രം ഇപ്പോൾ എന്തോ വീഡിയോ കാണാൻ ഒരു മടി. ബാക്കി എൻ്റെ നാട്ടുകാരെല്ലാവരും കാണുന്നുണ്ട്. എന്നെ കാണുമ്പോഴൊക്കെ എല്ലാവരും പറയണതിൽ എനിക്ക് വളരെയധികം സന്തോഷമാണ്. ചില സമയങ്ങളിൽ എനിക്കൊരു ചെറിയ ചമ്മലൊക്കെ വരും കേട്ടോ. ഞാനങ്ങനെ വലിയൊരു ഇതൊന്നും അല്ലല്ലോ, പ്രസ്ഥാനമൊന്നും അല്ലല്ലോ, ഒരു ചെറിയ സാധനമല്ലേ. പിന്നെ നെത്തോലി മീനൊക്കെ ഫ്രൈ ആയി ചെയ്യാൻ തുടങ്ങി. ക്യാരറ്റ് തോരൻ റെഡിയായി കഴിഞ്ഞു. ഞാൻ കടല എല്ലാം കൂടി ചേർത്തൊരു കുറുമക്കറിയാണ് ഉണ്ടാക്കുന്നത്. നെത്തോലി മീനാണ് കറി വയ്ക്കുന്നത്. അതിലേക്ക് തക്കാളി, പച്ചമുളക്, പുളിച്ചിക്ക, ഇരുമ്പം പുളി ഇതെല്ലാം അരിഞ്ഞിട്ട് നെത്തോലി മീൻ കറി വയ്ക്കാൻ പോവുകയാണ്. അരിയെല്ലാം വടിച്ചു, ചോറൊക്കെ വാർത്ത് വെച്ചു, മീൻ അടുപ്പിൽ വെച്ച് കഴിഞ്ഞു. നമ്മൾ ചോറ് വയ്ക്കണതും മീൻ വയ്ക്കണതൊക്കെ വിറകടുപ്പിൽ തന്നെയാണ് കേട്ടോ. എനിക്കതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ വിറകടുപ്പിൽ തന്നെയാണ് വയ്ക്കുന്നത്. അങ്ങനെ ഞാനിതാ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് മീനിനെ കടച്ചു ഉറക്കി വെച്ചു. അപ്പോഴേക്കും ഇവിടെ ഇത് ആത്തി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്ത് പേര് പറയണമെന്നറിയില്ല. ഒരു ചക്ക തിന്നു. ഞാൻ ഈ ചക്ക അങ്ങനെ ഉപയോഗിക്കാറില്ല, എങ്കിലും ഇന്ന് അങ്ങോട്ട് കയറിയപ്പം കണ്ടതാണ്. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പമാണ്. ഇതൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ. നിങ്ങളെല്ലാവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും താങ്ക് യു. ഗുഡ് മോർണിംഗ്.